കർഷക ദിനത്തിലല്ലാതെ എന്നാണ് സർ കർഷകർ പ്രതിഷേധിക്കേണ്ടത്? എന്താണ് നെൽ കർഷകർ നേരിടുന്ന പ്രതിസന്ധി? സർക്കാർ സ്വീകരിച്ച നടപടികൾ എന്തൊക്കെയാണ്? മന്ത്രിമാരുടെ പ്രതികരണത്തോട് കർഷകർക്ക് എന്താണ് പറയാനുള്ളത്? നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കണം. പാലക്കാട് നിന്ന് ഇക്ബാൽ അറക്കലുണ്ട്, വയനാട്ടിൽ നിന്ന് ദീപക് മോഹനുണ്ട്, ആലപ്പുഴയിൽ നിന്ന് ശരത് എസ് ഉണ്ട്, ഒപ്പം തിരുവനന്തപുരത്ത് നിന്ന് TV പ്രസാദും ചേരുന്നു. ആലപ്പുഴയിലും കർഷകരുടെ സ്ഥിതി വ്യത്യസ്തമല്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കർഷക ദിനമായി ഇന്ന് കർഷക ദ്രോഹ ദിനമായി ആചരിക്കുകയാണ് ആലപ്പുഴയിലെ നെൽ കർഷകർ. തോട്ടപ്പള്ളിയിൽ നെൽ കർഷകരുടെ ഏകദിന ഉപവാസം തുടരുന്നു. ശരത് എസ് റിപ്പോർട്ട് നമുക്ക് ആദ്യം കാണാം. പ്രതിസന്ധിയുടെ കർക്കിടകം പെയ്തൊഴിഞ്ഞ് പ്രതീക്ഷയുടെ ചിങ്ങം പിറന്നു എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ദുരിതത്തിൽ നിന്ന് അവർ കരകയറിയിട്ടില്ല. ഇപ്പോഴും ഇന്ന് ഈ ചിങ്ങം 1 ദിനം പോലും കർഷക ദിനമായിട്ട് പോലും സമരമിരിക്കേണ്ട സാഹചര്യത്തിലാണ് ആലപ്പുഴയിലെ നെൽ കർഷകരടക്കമുള്ളത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ്. പ്രധാനമായും നേരത്തെ നെല്ല് സംഭരണമായിരുന്നു വിഷയമെങ്കിൽ ഇപ്പോൾ നെല്ല് സംഭരണം നടത്തി അതിന്റെ വില അടക്കം കർഷകർക്ക് നൽകാത്ത പ്രതിസന്ധി, ഉപ്പുവെള്ളത്തിന്റെ പ്രതിസന്ധി, അങ്ങനെ ഒട്ടനവധി പ്രതിസന്ധിയിൽ ഇപ്പോഴും കർഷകർ ദുരിതം അനുഭവിക്കുകയാണ്. നമുക്കൊപ്പം കർഷകർ കൂടി ചേരുന്നുണ്ട്. നിലവിൽ എന്തൊക്കെ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തുന്നത്? ഞങ്ങളുടെ നിലവിൽ എടുത്ത നെല്ലിൻ്റെ വില കിട്ടിയിട്ടില്ല. ഇപ്പം രണ്ടാം കൃഷി ഇറക്കിയിട്ട് 30-40 ദിവസമായി. ആ 40 ദിവസം തന്നെ ഇപ്പോൾ തന്നെ ഞങ്ങൾ വില പലിശക്കെടുത്തുകൊണ്ടാണ് ചെയ്യുന്നത്. കഴിഞ്ഞ കൊടുത്ത നെല്ലിൻ്റെ വില കിട്ടാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിപ്പം കഴിഞ്ഞ വർഷം ഞങ്ങൾ കരിദിനമായിട്ട് ആചരിച്ചു, ഈ വർഷം ഞങ്ങൾ പ്രതിഷേധ ദിനമായിട്ട് ആചരിക്കുകയാണ്. ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ കർഷകരെ കാണത്തില്ല. ആ കർഷകരെ ചേർത്ത് പിടിക്കേണ്ട സംസ്ഥാന സർക്കാർ കർഷകരെ അകറ്റി നിർത്തിക്കൊണ്ട് മുൻപോട്ട് പോകാനാണ് ഞങ്ങൾ. അതിനെതിരെയാണ് ഞങ്ങളിപ്പോൾ ശ്രമിക്കുന്നത്. കർഷക ദിനമാണല്ലോ, എന്താണ് എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? പ്രതീക്ഷ നെൽ കർഷകരായിട്ടുള്ള ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ അധികം പരിമിതമായിട്ടുള്ള വളരെ പരിതാപകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഇത് നൂറ്റാണ്ടിൻ്റെ പിറവിയാണ്. എന്നിട്ടും ഞങ്ങൾക്ക് പ്രതീക്ഷയ്ക്ക് വകയൊന്നുമില്ല. ഇപ്പോഴും കഴിഞ്ഞ പുഞ്ചകൃഷിയുടെ നെല്ല് സംഭരിച്ച വകയിൽ 458.86 കോടി രൂപ ഞങ്ങൾക്ക് നൽകാനുണ്ട്. എങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോകും? കഴിഞ്ഞ പുഞ്ചകൃഷിയുടെ നെല്ലിൻ്റെ വില ഈ പുഞ്ചകൃഷിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങളായി മോട്ടോർ അടക്കമുള്ളത് ഇറക്കി ഞങ്ങൾ കണക്ഷൻ കിട്ടി, ഞങ്ങൾ അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയി. എന്നിട്ട് ഞങ്ങളുടെ നെല്ലിൻ്റെ വില തരുന്നില്ല. നെല്ലിൻ്റെ വില എത്രയും പെട്ടെന്ന് നൽകാൻ വേണ്ടിയിട്ടാണ് കർഷകർക്ക് PRSൻ്റെ ലോൺ സംവിധാനം ഒരുക്കിയത്. അത് ഞങ്ങൾക്ക് ലഭിക്കാത്ത ഒരു സാഹചര്യമാണ്. ഇപ്പോഴും ഇവർ ഈ ദുരിതത്തിൽ നിന്ന് കരകയറിയിട്ടില്ല എന്ന് വേണം പറയാൻ. പ്രധാനമായും ഇപ്പോൾ ആലപ്പുഴ തോട്ടപ്പള്ളി സ്പിൽവേക്ക് സമീപമാണ് ഈ സമരം നടക്കുന്നത്. തോട്ടപ്പള്ളി ഈ സ്പിൽവേയുടെ ഷട്ടർ അടക്കം ശാസ്ത്രീയമായി പുനർനിർമ്മിക്കണമെന്ന ആവശ്യമടക്കം കർഷകർ മുന്നോട്ട് വെക്കുന്നുണ്ട്. കാരണം കുട്ടനാടെ വെള്ളക്കെട്ടടക്കം ഉപ്പുവെള്ളത്തിന്റെ പ്രതിസന്ധി അടക്കം ഇത് കാരണമാകുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം പ്രതിസന്ധികൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ കർഷകർ തോട്ടപ്പള്ളി സ്പിൽവേക്ക് സമീപത്തിൽ ഒരു ഏകദിന ഉപവാസ സമരം നടത്തുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് സജിത് കുമാറിനൊപ്പം റിപ്പോർട്ടർ ശരത് റിപ്പോർട്ടർ ആലപ്പുഴ.